ഹോസിയ 5-ാം അധ്യായം. ജനത്തിനും നേതാക്കന്മാർക്കുമെതിരെ. പുരോഹിതന്മാരെ കേൾക്കുക, ഇസ്രായേൽ ഭവനമേ ശ്രദ്ധിക്കുക, രാജകുടുംബമേ ശ്രവിക്കുക. നിങ്ങളുടെ മേൽ വിധി പ്രസ്താവിച്ചിരിക്കുന്നു. നിങ്ങൾ മിസ്പായിൽ ഒരു കെണിയും താബോറിൽ വിരിച്ച വലയുമായിരുന്നു. ഷിത്തിമിൽ അവർ ആഴമേറിയ കുഴി കുഴിച്ചു. അവരെ എല്ലാവരെയും ഞാൻ ശിക്ഷിക്കും. എഫ്രായിമിനെ എനിക്കറിയാം. ഇസ്രായേൽ എന്നിൽ നിന്ന് മറഞ്ഞല്ല ഇരിക്കുന്നത്. എഫ്രായിം, നീ പരസംഗം ചെയ്തു. ഇസ്രായേൽ മലിനമാണ്. തങ്ങളുടെ ദൈവത്തിൻ്റെ അടുത്തേക്ക് തിരികെ പോകാൻ അവരുടെ പ്രവർത്തികൾ അവരെ അനുവദിക്കുന്നില്ല. കാരണം വ്യഭിചാര ദുർഭൂതം അവരിൽ കുടികൊള്ളുന്നു. അവർ കർത്താവിനെ അറിയുന്നുമില്ല. ഇസ്രായേലിൻ്റെ അഹങ്കാരം അവനെതിരെ സാക്ഷ്യം നൽകുന്നു. എഫ്രായിം തൻ്റെ തിന്മയിൽ തട്ടി വീഴും. യൂദായും അവരോടൊപ്പം കാലിടറി വീഴും. തങ്ങളുടെ ആട്ടിൻപറ്റങ്ങളും കാലിക്കൂട്ടങ്ങളുമായി അവർ കർത്താവിനെ അന്വേഷിച്ചു പോകും. എന്നാൽ അവർ അവിടത്തെ കണ്ടെത്തുകയില്ല. അവിടുന്ന് അവരെ വിട്ടകന്നിരിക്കുന്നു. അവർ കർത്താവിനോട് അവിശ്വസ്തത കാണിച്ചു. അവർ ജാരസന്തതികൾക്കാണ് ജന്മം നൽകിയത്. അമാവാസി അവരെ അവരുടെ വയലുകളോടൊപ്പം വിഴുങ്ങും. സഹോദരർ തമ്മിൽ യുദ്ധം. ഗിബയായിൽ കൊമ്പ് വിളിക്കുവിൻ, റാമായിൽ കാഹളം മുഴക്കുവിൻ, ബദാവനിൽ പോർവിളി നടത്തുവിൻ. ബെഞ്ചമിൻ യുദ്ധത്തിന് പുറപ്പെടുക. ശിക്ഷയുടെ ദിവസം എഫ്രായിം വിജനമാക്കപ്പെടും. സുനിശ്ചിതമായ നാശമാണ് ഇസ്രായേൽ ഗോത്രങ്ങളോട് ഞാൻ പ്രഖ്യാപിക്കുന്നത്. യൂദായുടെ നായകന്മാർ അതിർത്തിരേഖ മാറ്റുന്നവരെ പോലെ ആയിരിക്കുന്നു. എൻ്റെ ക്രോധം അവരുടെ മേൽ ഞാൻ വെള്ളം പോലെ ഒഴുക്കും. എഫ്രായിം മർദ്ദകനാണ്. അവൻ നീതിയെ ചവിട്ടി മെതിക്കുന്നു. മിഥ്യയെ പിന്തുടരാൻ അവൻ ഉറച്ചിരിക്കുന്നു. എഫ്രായിമിന് ഞാൻ കീടം പോലെയാണ്, യൂദാ ഭവനത്തിന് വ്രണം പോലെയും. എഫ്രായിം തൻ്റെ രോഗവും യൂദാ തൻ്റെ മുറിവും കണ്ടപ്പോൾ എഫ്രായിം അസീറിയയിലേക്ക് തിരിഞ്ഞ് മഹാരാജാവിൻ്റെ അടുത്തേക്ക് ആളയച്ചു. എന്നാൽ നിങ്ങളെ സുഖപ്പെടുത്താനോ നിങ്ങളുടെ മുറിവ് ഉണക്കാനോ അവന് സാധിക്കുകയില്ല. ഞാൻ എഫ്രായിമിന് ഒരു സിംഹത്തെ പോലെയും യൂദാ ഭവനത്തിന് ഒരു യുവസിംഹത്തെ പോലെയുമായിരിക്കും. ഞാൻ തന്നെ അവരെ ചീന്തിക്കളയും. ഞാൻ അവരെ ഉപേക്ഷിച്ചു പോകും. ഞാൻ അവരെ വലിച്ചിഴച്ചു കൊണ്ടുപോകും. ആർക്കും അവരെ രക്ഷിക്കാൻ കഴിയുകയില്ല. അവർ തങ്ങളുടെ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് എൻ്റെ സാന്നിധ്യം തേടുകയും തങ്ങളുടെ വ്യതയിൽ എന്നെ അന്വേഷിക്കുകയും ചെയ്യുന്നതുവരെ ഞാൻ എൻ്റെ വാസസ്ഥലത്തേക്ക് മടങ്ങും. കർത്താവിൻ്റെ വചനം.